നമസ്കാരം. നടൻ ദിലീപിനെതിരെ സംസാരിച്ചതിന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്ക് ഭീഷണിയെന്ന് പരാതി. ഫോൺ എടുത്തയുടൻ ദിലീപിനെതിരെ സംസാരിക്കുമോടിയെന്ന് ചോദിച്ചു. ഭാഗ്യലക്ഷ്മി മാധ്യമങ്ങളോട് പറഞ്ഞു, കേട്ടാലറയ്ക്കുന്ന തരത്തിൽ അസഭ്യം പറഞ്ഞെന്നും മുഖത്ത് ആസിഡൊഴിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും അവർ പറഞ്ഞു. ഫോൺ എടുത്തയുടൻ കേട്ടാലറയ്ക്കുന്ന പച്ചത്തെറിയാണ് അയാൾ വിളിച്ചത്. ഇനിയും നീ ഞങ്ങളുടെ ദിലീപേട്ടനെതിരെ പറയുമോ എന്ന് അയാൾ ചോദിച്ചു. പറയുമെന്ന് ഞാൻ മറുപടി കൊടുത്തു. അങ്ങനെയെങ്കിൽ നിന്റെ മുഖത്ത് ആസിഡൊഴിക്കുമെന്നും ഫോൺ വിളിച്ചയാൾ പറഞ്ഞു. എന്നാൽ നീ ഒഴിക്കടാ എന്ന് പറഞ്ഞ് ഞാൻ കോൾ കട്ട് ചെയ്തു. ഏകദേശം 19 സെക്കൻഡാണ് കോളിൻ്റെ ദൈർഘ്യമുണ്ടായിരുന്നത്. നേരിട്ടോ ഫോണിലൂടെയോ ഒരു ഭീഷണി പ്രതീക്ഷിച്ചിരുന്നുവെന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു. സോഷ്യൽ മീഡിയയിലൂടെ അത്രമാത്രം തെറിവിളികൾ ഞാൻ കേൾക്കുന്നുണ്ട്. ഇതിനൊന്നും പ്രതികരിക്കാത്തത് മാന്യത കാത്തുസൂക്ഷിക്കുന്നത് കൊണ്ടാണെന്നും അവർ പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ ശിക്ഷാവിധി അതിജീവിതയെ പരിഗണിച്ചില്ലെന്നും നേരത്തെ ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നു. അതിജീവിതയ്ക്കാണ് യഥാർത്ഥത്തിൽ ജീവപര്യന്തം ശിക്ഷ വിധിച്ചതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞിരുന്നു. എന്തൊരു അനീതിയാണിത്! ഇതിൻ്റെ അർത്ഥം എന്താണ്? അയാളുടെ പ്രായവും ജീവിതവും അമ്മയെക്കുറിച്ചുമൊക്കെ പരിഗണിക്കുന്നു. അതിജീവിതയ്ക്ക് അമ്മയില്ലേ, ജീവിതമില്ലേ, പ്രായവുമില്ലേ? അനീതിയാണിത്, സഹിക്കാനാവുന്നില്ല. ഇതായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ വാക്കുകൾ. നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ കുറ്റവിമുക്തനാക്കപ്പെട്ടതിന് പിന്നാലെ ദിലീപിൻ്റെ പാസ്പോർട്ട് തിരിച്ചു നൽകാൻ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ തീരുമാനം. പാസ്പോർട്ട് വിട്ടുകിട്ടണമെന്ന ദിലീപിൻ്റെ ആവശ്യം കോടതി അംഗീകരിക്കുകയായിരുന്നു. പുതിയ സിനിമയുടെ പ്രമോഷന് വേണ്ടി വിദേശത്തേക്ക് പോകണമെന്നുൾപ്പെടെയുള്ള കാര്യമാണ് ദിലീപിൻ്റെ അഭിഭാഷകർ കോടതിയിൽ ബോധ്യപ്പെടുത്തിയത്. കേസിൽ നേരത്തെ അറസ്റ്റിലായ സമയത്ത് ജാമ്യം ലഭിച്ചപ്പോൾ വ്യവസ്ഥകളുടെ ഭാഗമായാണ് ദിലീപ് കോടതിയിൽ പാസ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. പിന്നീട് വ്യവസ്ഥകളിൽ പലതവണ ഇളവ് തേടുകയും വിദേശത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. പിന്നീട് പാസ്പോർട്ട് വീണ്ടും കോടതിയുടെ കസ്റ്റഡിയിലായി. കേസിൽ കുറ്റവിമുക്തനായ ദിവസം തന്നെ പാസ്പോർട്ട് തിരിച്ചു നൽകണമെന്ന് പ്രതിഭാഗം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് അപ്പീൽ പോകേണ്ട ആവശ്യമുണ്ടെന്നും അതിനാൽ പാസ്പോർട്ട് തിരിച്ചു നൽകരുത് എന്നാണ്. എന്നാൽ വിഷയം ഇന്ന് വീണ്ടും പരിഗണിച്ച കോടതി വ്യക്തമാക്കിയത് ദിലീപ് കേസിൽ കുറ്റവിമുക്തനാണെന്നും കുറ്റവിമുക്തൻ ആക്കപ്പെട്ടതോടെ ജാമ്യ ബോണ്ടുകൾ അവസാനിച്ചെന്നും അതുകൊണ്ട് തന്നെ പാസ്പോർട്ട് തിരിച്ച് നൽകാവുന്നതാണും എന്നാണ് കോടതി പറഞ്ഞത്. കേസിൽ വിധി വന്നതിന് പിന്നാലെ സാമൂഹ്യമാധ്യമങ്ങളിലെ സൈബർ ആക്രമണത്തിനെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് അതിജീവിത. കോടതി ശിക്ഷിച്ച മാർട്ടിൻ സാമൂഹ്യമാധ്യമത്തിലൂടെ അധിക്ഷേപിച്ചതിൽ അടക്കമാണ് പരാതി. ആക്ഷേപിക്കുന്ന വീഡിയോ പ്രചരിപ്പിച്ച 16 ലിങ്കുകൾ പരാതിക്കൊപ്പം ഹാജരാക്കിയിട്ടുണ്ട്. സംഭവത്തിൽ ജാമ്യമില്ലാ വകുപ്പുകൾ അടക്കം ചേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിചാരണ കോടതി വിധിക്ക് പുറമെ സാമൂഹ്യമാധ്യമങ്ങളിലൂടെ ദിലീപ് അനുകൂലികൾ രൂക്ഷമായ സൈബർ ആക്രമണം നടത്തുന്നുവെന്ന് അതിജീവിത മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് അറിയിച്ചിരുന്നു. കേസിൽ 20 വർഷം കഠിന തടവിന് ശിക്ഷ രണ്ടാം പ്രതി മാർട്ടിൻ്റെ വീഡിയോ അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. വീഡിയോയിൽ ദിലീപിനെതിരെ ഗൂഢാലോചന നടത്തിയത് അതിജീവിത അടക്കമുള്ളവരാണെന്നും കേസ് കെട്ടിച്ചമച്ചാണെന്നും മാർട്ടിൻ ആരോപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ. ന്യൂസ് ഡെസ്ക് മലയാളി ഡെയിലി.